അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ പറയുകയുണ്ടായി. സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ആരും തന്നെ പ്രാർത്ഥിക്കാതെ താങ്കൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുവേണ്ടിയാണ് ഞാൻ ആമീൻ പറഞ്ഞത്. 1, വൃദ്ധരായ മാതാപിതാക്കൾ ഒരാൾക്കുണ്ടായിരിക്കുകയും അവരിലൂടെ അവന് സ്വർഗം ലഭിക്കാൻ കഴിയാതെ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അവൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. മറ്റൊന്ന്, എൻ്റെ പേര് കേട്ടാൽ സ്വലാത്ത് പറയാത്തവനെ, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനെ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ഞാൻ ആമീൻ പറയുകയുണ്ടായി. 3-മതായി പറഞ്ഞത്, വിശുദ്ധ റമദാൻ വന്നെത്തിയിട്ടും തൻ്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെയാണ് ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അയാളുടെ പേരിലും അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനും കൂടിയാണ് ഞാൻ ആമീൻ പറഞ്ഞത്. സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. പ്രാർത്ഥിച്ചതാകട്ടെ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമും ആമീൻ പറഞ്ഞതാകട്ടെ മനുഷ്യരുടെ ഉത്തമ നേതാവുമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളുടെയും ഗൗരവം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. സർവാധിനാഥനായ റബ്ബ് നമ്മിൽ നിന്ന് വന്നു പോകുന്ന സകല തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ നാളിൽ, ഈ റമദാനിൻ്റെ പുണ്യനാളുകളിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലെ ആദ്യത്തെ കോളിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സഫൂറ. സഫൂറ. സഫൂറ എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാനി ബസ് സ്റ്റാൻഡ്. പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുന്നു സഫൂറ. ഓക്കെ, സഫൂറ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. സഫൂറ എന്നാണോ സബൂറ എന്നാണോ? സഫൂറ. സഫൂറ തന്നെയാണ് അല്ലേ ശരിക്ക്? ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുക. ആദ്യമായിട്ട് വിളിക്കുന്നത് അല്ലെ? ചെറുത് കരയുന്നുണ്ടെന്നുണ്ടല്ലോ ചെറിയ കുട്ടി. ചെറിയ മോളുണ്ടോ കരയുന്ന പോലെ? ഓക്കെ ഓക്കെ. എങ്ങനെ പോകുന്നു റമദാനൊക്കെ? ഹലോ, റമദാനൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കേ? കുഴപ്പമൊന്നുമില്ല പോകുന്നു. മുതലുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ അല്ലേ? ഓക്കെ. ചെറിയ കുട്ടി ഉണ്ടാകുമ്പോ എന്നെ പ്രയാസം ഉണ്ടോ? വീട് ജോലിയും കാര്യങ്ങളും കുട്ടിയും ഒക്കെ കൂടി ആകുമ്പോ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ? ചെറുതായിട്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് വിളിക്കുന്നല്ലേ സഫൂറ? ആദ്യമായിട്ട് വിളിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ രീതി 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അതില് ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും. 3-മത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് തരില്ല. പക്ഷെ 3 ചോദ്യത്തിനും കറക്റ്റ് ആയ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, റെഡി ആണല്ലോ? 1-മത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ആയിക്കോട്ടെ. സിമ്പിൾ ആയിട്ട് വേണം അല്ലേ? കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ആയിട്ട് തരാലോ. അതിനെന്താ കുഴപ്പം? നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ച ക്വസ്റ്റ്യൻ തന്നെ ആദ്യം തരാം. നോമ്പുകാരന്റെ വായയുടെ ഗന്ധം അള്ളാഹു എന്തിനോടാണ് ഉപമിച്ചത്? വായയുടെ ഗന്ധം, അതായത് നോമ്പുകാരന്റെ വായയുടെ ഗന്ധം ഡാഷ് പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അത് ഏതാണെന്നുള്ളതാണ് പറയേണ്ടത്. ഓപ്ഷൻസ് പറയാം. തേന്,
കസ്തൂരി പൂവ്. കസ്തൂരി. കസ്തൂരി കറക്റ്റ് ആൻസർ അല്ലേ? നോമ്പുകാരന്റെ വായുടെ ഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്ന് പറയാറുണ്ട്. ഓക്കെ, മാഷാ അല്ലാഹ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, എന്തായാലും സിമ്പിൾ കിട്ടില്ല എന്ന് ഞാൻ പറയരുത് കേട്ടോ, സിമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത്, ഏറ്റവും മഹത്വമുള്ള ആയത്തുണ്ട് ഖുർആനിലെ. ഓപ്ഷൻസ് പറയട്ടെ? ആയത്തുൽ ദൈൻ, ആയത്തുൽ കുർസി, ആയത്തുൽ അഹ്കാം. ആയത്തുൽ അഹ്കാം, ആയത്തുൽ ദൈൻ, ആയത്തുൽ കുർസി, ആയത്തുൽ അഹ്കാം. ഓപ്ഷൻസ് അങ്ങോട്ട് പറയാം. ആയത്തുൽ ദൈൻ, ആയത്തുൽ കുർസി, ആയത്തുൽ അഹ്കാം. ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് സഫൂറ. രണ്ട് ചോദ്യത്തിനും കറക്റ്റായ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിന് കറക്റ്റായ ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് ചന്തപ്പടി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 2 തവണ ഇറങ്ങിയ സൂറത്തുണ്ട്. ഒരു സൂറത്ത് തന്നെ 2 തവണ അവതരിച്ചിട്ടുണ്ട്. ഏതാണ് സൂറത്ത്? 2 തവണ അവതരിച്ച സൂറത്ത്. അതെ അതെ, 2 തവണ അവതരിച്ച സൂറത്ത്. എന്തെങ്കിലും ക്ലൂ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ബൈ ഹാർട്ട് അറിയാവുന്ന സൂറത്താണ്. ചെറിയ സൂറത്താണോ? ചെറിയ സൂറത്താണെന്ന് പറയാം. ഹലോ, സമയം പരിമിതമാണ്. 2 തവണ അവതരിച്ച സൂറത്ത്. അതെ അതെ, 2 തവണ ഇറങ്ങിയിട്ടുണ്ട് ആ സൂറത്ത്. സൂറത്ത് ഇഖ്ലാസ് ആണോ? ഉറപ്പിച്ചോ? ആണോ എന്ന് ചോദിക്കരുത്, എന്നോട് ചോദിക്കരുത്. സൂറത്തുൽ ഇഖ്ലാസ് ആണോ? സൂറത്തുൽ ഇഖ്ലാസ് ആണോ? ഉറപ്പിച്ചു? ഉറപ്പിച്ചു. സോറി, തെറ്റിപ്പോയല്ലോ. സൂറത്തുൽ ഫാത്തിഹയാണ് കേട്ടാ. സൂറത്തുൽ ഫാത്തിഹയാണ്, ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണല്ലോ. ഓക്കെ സഫൂറ, ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, വീണ്ടും വിളിക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് ചന്തപ്പടി അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ. പൊന്നാനി. ഫാത്തിമ. ഫാത്തിമ എവിടെ വിളിക്കുന്നു? പൊന്നാനി. പൊന്നാനിയിൽ നിന്ന് അല്ലേ? ഓക്കെ, പൊന്നാനിൽ എവിടെയാണ് ഫാത്തിമ? പൊന്നാനിൽ എവിടെയാണ്? ഹോസ്പിറ്റലിൽ അവിടെയാണ് അല്ലേ? ഓക്കെ, ഫാത്തിമ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. എങ്ങനെ പോകുന്നു റമദാനായിട്ട് നോമ്പും ഇബാദത്തുകളൊക്കെ? അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. സമ്മാനം ഇത്തവണ എന്തായാലും സമ്മാനം വാങ്ങിക്കണം അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒന്ന് സൗണ്ട് കൂട്ടി പറയണേ, തീരെ കേൾക്കുന്നില്ല കേട്ടോ, സൗണ്ട് കുറവുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോ 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. 3 ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ റമളാൻ എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? റമളാൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻസ്:
1 3 4 1 1 പറഞ്ഞോ. ഹലോ, ഹലോ, ഒന്നാണോ? 1 3 4 അല്ലേ? അതെ, 1 3 4. 1 3 തവണ. 3 തവണ ഉറപ്പിച്ചു. ഫാത്തിമ ഉത്തരം തെറ്റിപ്പോയല്ലോ. ഒരു തവണയായിരുന്നു. ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ മാറ്റി പിടിച്ചു അല്ലേ? മാറ്റി പിടിച്ചു. ഉറപ്പിച്ചോന്ന് ചോദിച്ചപ്പോ ടെൻഷനായി. ആ, നമ്മളങ്ങനെ പറഞ്ഞു ചോദിക്കും. നിങ്ങൾ വിടാൻ പാടില്ലല്ലോ, നിങ്ങൾ ഉറപ്പിക്കണത്. കുഴപ്പമില്ല ഫാത്തിമ, വീണ്ടും വിളിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംസാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? തെൻസീഹ്. മോനെ ഒന്ന് സൗണ്ട് ഒന്ന് കൂട്ടി പറഞ്ഞേ, കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. തെൻസീഹ് അല്ലേ? ഓക്കെ, തെൻസീഹ് എവിടുന്ന് വിളിക്കുന്നത്? വെളിയങ്കോട്. തെൻസീഹ് എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5th. ഓക്കെ. ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നോ? ഏതായിരുന്നു സബ്ജക്ട്? ഹിന്ദി. എങ്ങനെ ഉണ്ടായിരുന്നു ഹിന്ദി? വലിയ കുഴപ്പമില്ല. അപ്പൊ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടെന്ന് അർത്ഥം. തീരെ കുഴപ്പമില്ലാത്ത സബ്ജക്ട് ഏതാ? മലയാളം. ഓക്കെ. മാത്സ് എങ്ങനെയുണ്ട്? കഴിഞ്ഞിട്ടില്ല അല്ലെ? സാധാരണ മാത്സ് എളുപ്പമാണോ? വലിയ കുഴപ്പമില്ല. ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അല്ലേ? ഇൻഷാ അല്ലാഹ്. മോനെ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? കൊറേ വിളിച്ചു, കിട്ടുന്നില്ല അല്ലേ? എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ. കിട്ടണം കേട്ടോ, വിളിച്ചോണ്ടിരിക്കണം. കാരണം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ടേ. ഒരുപാട് ആളുകൾ വിളിക്കുമ്പോ ലൈൻ ബിസി ആവും കാണിക്കുക. അപ്പൊ നിരന്തരം വിളിച്ചുകൊണ്ടേ ഇരിക്കണം. കിട്ടും കേട്ടോ. ഇപ്പൊ കിട്ടിയല്ലോ, അതുപോലെ കിട്ടും. ഓക്കെ, കിട്ടിയപ്പോ സന്തോഷമായി അല്ലേ? ഈ ഉത്തരം പറഞ്ഞാൽ ഇതിലേറെ സന്തോഷം ഉണ്ടാവണം. ഓക്കെ, സമ്മാനം കിട്ടുമ്പോ അതിലേറെ ഉണ്ടാവണം. ഓക്കെ, എന്തായാലും ചോദ്യത്തിലേക്ക് പോട്ടെ. ചോദിക്കട്ടെ? ഹലോ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റമദാൻ കാലം നോമ്പ് അനുഷ്ഠിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര റമദാൻ കാലം നോമ്പ് അനുഷ്ഠിച്ചു എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് 7, 9, 10. ഹലോ. ആലോചിച്ചോളൂ. 7 വർഷമാണോ 9 വർഷമാണോ 10 വർഷമാണോ എന്നുള്ളതാണ്. ഏഴ് വർഷം, 9 വർഷം, 10 വർഷം. എത്ര വർഷക്കാലം നോമ്പ് അനുഷ്ഠിച്ചു? 10 വർഷം. 10 ഉറപ്പിച്ചു? ഹലോ, 10 ആണോ? മോനെ തെറ്റിപ്പോയല്ലോ. ഒരു വർഷം നമുക്ക് ഉറക്കണം കേട്ടോ. 9 വർഷമാണ് കറക്റ്റായ ആൻസർ. കുഴപ്പമില്ല മോനെ, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഓക്കെ,
അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. Feel the sun shine brighter. I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Benco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. And take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: ഡിഗ്രി, ഡിപ്ലോമ, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം, ലോജിസ്റ്റിക് ആൻഡ് കാർഗോ, കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388 an institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com, your reliable travel partner. അസ്സലാമു അലൈക്കും. നേരത്തെ പറഞ്ഞിട്ട് പോയി കട്ടായി, എന്തായാവോ? ആ അതെ, താരാണ്? സുലേഖയാണോ? ആ സുലേഖത്താണ് അല്ലേ? ഓക്കെ. ആ നേരത്തെ നല്ല അടിപൊളിയായിട്ട് ഉത്തരം പറയായിരുന്നു അല്ലേ? കട്ടായി പോയി. കട്ടായി പോയി. ആ ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല സുലേഖത്ത, നമുക്ക് വീണ്ടും തുടങ്ങാം. ആ ആദ്യം മുതൽ നമുക്ക് തുടങ്ങാം ഉഷാറായിട്ട്. അച്ഛനക്കുട്ടിയെ. ഓക്കെ, ആ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ ഓക്കെ. ആദ്യം പൊളിപ്പള്ളിട്ടാ ഒന്നും അറിയാത്ത ആളാ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞു തുടങ്ങല്. എന്തായാലും വിളിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ. പഠിക്കും ചെയ്യാ. അല്ല, വിളിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ, അതന്നെ വലിയൊരു കാര്യാ.
കാരണം ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പ്രവാചകനെ കുറിച്ച് അറിയാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. അതിലേക്ക് വിളിക്കുക, അന്വേഷിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തായാലും സിമ്പിൾ ആയിട്ട് തന്നെ തരാം. ഓക്കെ, ചോദിക്കട്ടെ ചോദ്യം? ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ, ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏത്? ഖുർആനില് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുണ്ട്, ഒരു ആയത്തുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത്. അത് ഏത് ആയത്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻസ്: ആയത്തുൽ ദൈന്, ആയത്തുൽ അഹ്കാം, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. അടിപൊളി അല്ലേ? ഒന്നിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതെ അതെ അതെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം: ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്തുണ്ട്. നേരത്തെ നമ്മൾ ആയത്താണ് പറഞ്ഞത്, ഇനി സൂറത്തുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത്: സൂറത്തുൽ അലഖ്, സൂറത്തുൽ ഫാത്തിഹ, സൂറത്ത് യാസീൻ. ഏറ്റവും മഹത്വമുള്ള സൂറത്ത് യാസീന, ഫാത്തിഹ. അവിടെയാണ് കൺഫ്യൂഷൻ. അതന്നെ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, പിന്നെ യാസീന്, പിന്നെ സൂറത്തുൽ അലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക അങ്ങനെ തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത്. അതന്നെ ഉറപ്പാണോ? എന്താ അത് തിരഞ്ഞെടുക്കാൻ കാരണം? അതന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? ഹലോ, സുലൈഖയുടെ കോള് കട്ടായിട്ടുണ്ട്. നല്ല രസകരമായിട്ട് മത്സരിക്കായിരുന്നു. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, വീണ്ടും വിളിക്കുമായിരിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് ബാസിത്ത്. ഓക്കെ ബാസിത്ത്, എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാനി. പൊന്നാനി എവിടെയാണ്? പൊന്നാനിയില് പുഴമ്പ്രം ഗ്രാമം. പുഴമ്പ്രം. ഓക്കെ, എന്ത് ചെയ്യുന്നു ബാസിത്ത്? ഞാനിപ്പോ ഒരു വർക്ക് ചെയ്യണം ഹോട്ടലില്. ഏതില്? ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യണം. ഹോട്ടലിൽ വർക്ക് ചെയ്യണം അല്ലേ? അതെ. ഓക്കെ ഓക്കെ. റമദാനിലായിട്ട് എങ്ങനെയാണ് ഹോട്ടൽ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? ജോലിയുടെ ടൈമിംഗ് മോർണിംഗ് 8 to ഈവനിങ് 5. മോർണിംഗിലൊക്കെ ഡ്യൂട്ടി ഉണ്ടാവും? അതെ, മോർണിംഗ് ഡ്യൂട്ടി ഉണ്ടാവും. ഉണ്ടല്ലേ? ഓക്കെ. എവിടെയാണ്, ഏത് ഹോട്ടൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പൊന്നാനിയിലാണോ? പൊന്നല്ല, ഞാൻ കോഴിക്കോട് മാർക്കറ്റ് ടെക്നോളജി സിറ്റിയിൽ. കോഴിക്കോടാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാ ഡെയിലി വരുവാണോ? എങ്ങനെയാണ്? അല്ല, എനിക്ക് മാസത്തിൽ 4 ഓഫാണ്. അങ്ങനെ ആ ഓഫിൽ വരുന്നതാണല്ലേ? ഓഫിൽ വരുന്ന. ശരി. ഇപ്പൊ നാട്ടിലുണ്ടോ? ഞാൻ ഇന്നലെ നാട്ടിൽ പോകുന്നു. ശരി. ഓക്കെ 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 ഓക്കെ. എങ്ങനെയാണ് റമദാനായിട്ട്? റമദാനും ജോലി ഭാരം ഒക്കെ കൂടി പ്രയാസം ഉണ്ടോ? നല്ല ചൂടുവാണല്ലോ. അവിടെ ജോലി ഭാരമൊന്നുമില്ല. അവിടെ സിമ്പിൾ ആണ്. ബജറ്റ് ഒന്ന് കുറവാണ് അവിടെ. സിമ്പിൾ ആണല്ലേ? ഓക്കെ. എത്ര വർഷമായി ഇപ്പൊ ഫീൽഡില്? ഞാനിപ്പോ ഒരു 6 മാസം കഴിഞ്ഞു. ശരി. ഇപ്പൊ കയറിയിട്ടേ ഉള്ളൂ അല്ലേ? അതെ. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാഹ്. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ വിളിച്ചില്ല. ഞാൻ ഇപ്പൊ നമ്പർ ആദ്യമായിട്ട് വിളിക്കാണല്ലേ? ഓക്കെ ഓക്കെ ബാസിത്ത്. എന്തായാലും ഇങ്ങനെ മത്സരിക്കാറുണ്ട്? ഇങ്ങനത്തെ ഇതിലൊക്കെ വിളിക്കാറുണ്ടോ? ക്വസ്റ്റ്യൻസിലൊക്കെ പങ്കെടുക്കാറൊക്കെ ഉണ്ടോ? ഞാനൊരു 2 കൊല്ലം മുമ്പ് പങ്കെടുത്തിരുന്നു. ഇതിൽ തന്നെയാണോ വിളിച്ചിരുന്നത്? അതെ. കിട്ടിയിരുന്നോ? സമ്മാനം കിട്ടിയിരുന്നോ? കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും ഇത്തവണയും സമ്മാനം കൊണ്ടുപോകണം. റെഡി ആണല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. 3 ചോദ്യങ്ങൾ ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും, മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. 3നും കറക്റ്റായ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം: വിശുദ്ധ ഖുർആനെ ആദ്യമായി മുസ്ഹഫ് എന്ന് വിളിച്ചതാര്? വിശുദ്ധ
ഖുർആനിൽ ആദ്യമായി മുസഫ് എന്ന് മുസഫ് എന്ന് വിളിച്ചത് ആരായിരുന്നു? ഓപ്ഷൻസ്: അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഐവ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായിട്ട് ഖുർആനെ, വിശുദ്ധ ഖുർആനെ മുസ്ഹഫ് എന്ന് പേരിട്ട് വിളിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഖുർആൻ ഹാഫിളുകൾ, അതായത് ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകള് ധാരാളം ഷഹീദായ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ യുദ്ധം? ഓപ്ഷൻസ്: യമാമ യുദ്ധം, ബദർ യുദ്ധം, ഉഹുദ് യുദ്ധം. ആ യുദ്ധത്തിലാണ് ഒരുപാട് ഖുർആൻ ഹാഫിളീങ്ങൾ മരണപ്പെട്ടത്. വേണമെങ്കിൽ ഒരു ക്ലൂ കൂടെ തരാം. ഖുർആൻ എഴുതി വെക്കാൻ നിർദ്ദേശം ലഭിച്ചത് ഈ യുദ്ധം നടന്നതിന് ശേഷമാണ്. അവിടെ മുതലാണ് ഖുർആൻ എഴുതി വെക്കണം എന്നൊരു രീതി സ്വീകരിച്ചു തുടങ്ങിയത്. ഓപ്ഷൻ ബി ബദർ യുദ്ധം. യമാമ, ബദർ, ഉഹുദ്. ബദറാണോ? ഓപ്ഷൻ ബി ബദർ യുദ്ധം. ഉറപ്പിച്ചോ? ഡൗട്ടാണ്. ഉഹുദാണോ ബദറാണോ ഡൗട്ട് ഉണ്ട്. ഉഹുദാണോ ബദറാണോ എന്നാണ് ഡൗട്ട്. യമാമക്ക് യാതൊരു സാധ്യതയില്ല. ഓപ്ഷൻ എ യമാമ യുദ്ധം. ഉറപ്പിച്ചോ? കൺഗ്രാറ്റുലേഷൻസ്. യമാമ കറക്റ്റ് ആൻസർ. അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് യമാമിലേക്ക് മാറി? ഞാൻ ഒന്ന് ഡൗട്ട് എടുത്ത് നോക്കിയാണ് ഏത് യുദ്ധം ഇപ്പൊ ഉറപ്പില്ല. ലാസ്റ്റ് ക്ലൂ വന്നപ്പോ ഞാൻ അതിനെ വെച്ച് നോക്കിയാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും രണ്ട് ചോദ്യങ്ങൾക്കും കറക്റ്റായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അവസാനമായി മൂന്നാമത്തെ ഒരു ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യത്തിന് കൂടി ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളി ക്ലിനിക് ചന്തപ്പടി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റമദാൻ കാലം നോമ്പനുഷ്ഠിച്ചു? എത്ര കാലം നോമ്പനുഷ്ഠിച്ചു? എത്ര റമദാൻ കാലം, എത്ര വർഷം, എത്ര നോമ്പ് അദ്ദേഹത്തിന് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര നോമ്പ് കിട്ടുന്നുണ്ട്? ഇതിന് ക്ലൂ ഒന്നുമില്ല. ക്ലൂ എന്ന് പറയാൻ 10-ൽ താഴെയാണ്. ക്ലൂ കൊടുക്കാറില്ല, തന്നു മാത്രം. പറഞ്ഞോളൂ. എത്ര കാലം നോമ്പനുഷ്ഠിച്ചു? എത്ര വർഷക്കാലം, അതായത് എത്ര റമദാൻ കാലം, എത്ര റമദാൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ എത്ര റമദാൻ വന്നു പോയിട്ടുണ്ട്, നോമ്പനുഷ്ഠിച്ചു എന്നുള്ളത് കേട്ടോ. എത്ര റമദാൻ നോമ്പനുഷ്ഠിച്ചു. ഓക്കെ, ഫോൺ കട്ടായിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? തെൻവീർ. ഹലോ, തെൻവീർ കുറച്ചു നേരത്തെ മുന്നേ വിളിച്ചിരുന്നു. 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ ചോദിച്ചു, അവൻ ആൻസർ പറയുമ്പോഴേക്കും നിങ്ങൾ ഫോൺ കട്ടാക്കി. ഞാൻ ഇവിടെ കട്ടാവണതല്ല, അത് ഒരുപാട് കോള് വരുന്നത് കൊണ്ട് അങ്ങനെ ലൈൻ ബിസി ആയിട്ട് കട്ടായി പോകുന്നത്. ഇവിടെ ഒരാളും കട്ടായില്ല. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഓ മത്സരിക്കട്ടെ. നമുക്ക് ആദ്യം മുതലാണ് ചോദ്യം ചോദിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം പറയാം. ഓക്കെ മോനെ, അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? തെൻവീർ ആണല്ലേ മോനെ? ഓക്കെ തെൻവീർ, നേരത്തെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഓക്കെ, എന്തായാലും വേണ്ടില്ല. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, തെൻവീർ നോമ്പെടുത്തുണ്ടോ?
എത്ര നോമ്പെടുത്തു? ഫുൾ എടുത്ത്. ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇൻഷാല്ല. തെൻവീർ എവിടെ സ്ഥലം? വെളിയങ്കോട് അല്ലേ? ആ ഓക്കെ 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 ഓക്കെ. എന്തായാലും നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. 3 ചോദ്യങ്ങൾ അറിയാലോ. 3 ചോദ്യം ഉണ്ടാവും. 3ന് കറക്റ്റായ ആൻസർ പറയണം, എങ്കിൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനെ മുസ്ഹഫ് എന്ന് ആദ്യമായി വിളിച്ചത് ആരായിരുന്നു? വിശുദ്ധ ഖുർആനെ മുസ്ഹഫ് എന്ന് പേരിട്ട് ആദ്യമായി വിളിച്ചത് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉറപ്പാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിക്കണ്ട. ആണ്. തെൻവീറെ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ മോനെ, കുഴപ്പമില്ല, വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, വലൈക്കും അസ്സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ നേരത്തെ വിളിച്ചു, കട്ടായി പോയി. ആരാണ് ആള്? മുഹമ്മദ് ബാസിത്ത്. ഞാൻ നേരത്തെ വിളിച്ചു. ബാസിത്ത് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് പറ്റി? ഇതിൽ നെറ്റ് ഇഷ്യൂസ് ഉണ്ടോ അവിടെ? അവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടല്ലേ? ആ ഓക്കെ 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 ഓക്കെ. ബാസിത്തെ, നമുക്ക് തുടങ്ങാം ഒന്നുകൂടെ. ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും കേട്ടോ. ഓക്കെ, കട്ടായതുകൊണ്ട്. ഓക്കെ, എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. ദുന്നൂറൈൻ അഥവാ 2 പ്രകാശത്തിന്റെ ഉടമ എന്ന് അറിയപ്പെട്ട സ്വഹാബി ആര്? കറക്റ്റ് ആൻസർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കറക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ ഉത്തരം പറഞ്ഞു അല്ലേ? അറിയാവുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ റമളാൻ എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിൽ റമളാൻ എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻസ്: 1, 3, 4. 1, 3, 4. ക്ലൂ ഇല്ല, ഓപ്ഷൻസ് തന്നില്ലേ, പിന്നെ ക്ലൂ ഉണ്ടാവില്ല. 1, 3, 4. 1 ആണോ 3 ആണോ 4 ആണോ? എത്ര തവണയാണ് റമളാൻ എന്ന പദം ഖുർആനിൽ വന്നിട്ടുള്ളത്? ഉറപ്പിച്ചോ? 1 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് ബാസിത്ത്, അടിപൊളി. 1ഉം 2നും ആൻസർ കറക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. നന്നായി ഉത്തരം പറയണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ ചോദ്യം, 2 തവണ ഇറങ്ങിയ സൂറത്ത് ഏത്? 2 തവണ ഇറങ്ങിയ സൂറത്ത്. ആ, ഒരു സൂറത്ത് 2 തവണ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് സൂറത്ത്? ആ, ഖുർആനിൽ തന്നെയാണ്. ചെറിയ സൂറത്താണ്, ഒട്ടുമിക്ക അധിക ആളുകൾക്കും അറിയാവുന്ന സൂറത്താണ്. പോരെ, ക്ലൂ തന്നിട്ടുണ്ട്. 2 തവണ ഇറങ്ങിയ സൂറത്തിലെ. അതെ അതെ അതെ. മിഹ്റാജാണ്. മിഹ്റാജ് ചെറിയ സൂറത്താണ്, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ സൂറത്താണ്. ഒട്ടുമിക്ക അധിക ആളുകൾക്കും ബൈഹാർട്ടുള്ള സൂറത്താണ്. പറപ്പിച്ചോ? സൂറത്തുൽ ഫാത്തിഹ.
സൂറത്തുൽ ഫാത്തിഹ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് ബാസിത്ത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടിപൊളി. 3 ചോദ്യങ്ങൾക്കും നന്നായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സമ്മാനാർഹനാണ് ബാസിത്ത്. ഓക്കെ, ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ ബാസിത്തെ, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഈ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമായ വിശുദ്ധ നാളുകളിൽ സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ തീരുവാനും സകല നന്മകളും സൽക്കർമ്മങ്ങളും നെയ്തെടുത്ത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അവനെ കണ്ടുമുട്ടാനും അതിന് തക്കതായ പുണ്യം ലഭിച്ച് നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കാൻ സർവാധിനാഥ് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ കാണും വരേക്കും മഅസ്സലാമ.